അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാട്ടോ. അപ്പം നോർമൽ വ്ളോഗ്സ് പോലല്ല, കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പം നമ്മളൊരു ദിവസം സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വിൻ്റർ ആയാൽ പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഇതാണല്ലോ, ക്യാമ്പിങ്ങിന് പോവുക, സൺറൈസ് കാണാൻ പോവുക. അപ്പം നമ്മൾ വിൻ്റർ തുടങ്ങിയ സമയത്ത് നമ്മളും പോയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ ജബൽ ലിബിർ എന്ന് പറഞ്ഞിട്ടൊരു കുന്നിൻ്റെ മേലേക്കാട്ടോ പോകുന്നത്. നോർമലി നമ്മൾ ജബൽ ജെയ്സ്, ജബൽ ഹഫീദ് അങ്ങനെ ഏതെങ്കിലുമാണ് പോവുക. നമ്മൾ തിരക്കൊന്നുമില്ലാത്ത ഒരു കുന്നിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഈ ജബൽ ലിബിർ എന്ന് പറഞ്ഞിട്ട് ഒരു കുന്നിലേക്കാട്ടോ പോകുന്നത്. നമ്മൾ ഇവിടെ മുന്നേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓൾറെഡി പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു 3:30 ഇറങ്ങാം, സൺറൈസിൻ്റെ ആ ഒരു സമയത്ത് അവിടെ എത്താമെന്നുള്ളത്. അപ്പം നമ്മൾ തലേന്ന് രാത്രി തന്നെ വന്നിട്ട് ഷാർജയിൽ നമ്മളുടെ മൂത്താപ്പൻ്റെ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്തു. എന്നിട്ടൊരു 3:30 ആയപ്പം നമ്മൾ അവിടുന്ന് ഇറങ്ങി. അപ്പം നമ്മളുടെ കൂടെ ഇക്കാൻ്റെ കുറച്ച് ഫ്രണ്ട്സും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സൺറൈസിൻ്റെ ഒരു 45 മിനിറ്റ്സ് മുന്നേ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്തിയപ്പം കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഈ ജബൽ ജെയ്സ് അങ്ങനെ കാണുന്ന അത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ സൺറൈസ് എല്ലാം കണ്ട് പിന്നെ അപ്പോൾ തന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. നമ്മളധികം ലേറ്റ് ആവാനും നിന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ അബുദാബിയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ആ ഒരു സൺറൈസിൻ്റെ ആ ഒരു വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ആ കാറിലിരുന്ന് ആ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഡ്രൈവായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. ആ ഒരു ക്ലൈമറ്റും ആ ഒരു വൈബും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും പിന്നെ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളതായിരുന്നു. കാരണം ഞാൻ തലേന്ന് രാത്രി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ 3:30 ഒന്നും ആകുമ്പോൾ ഞാൻ എണീക്കില്ല. എനിക്ക് രാത്രി എത്ര വേണമെങ്കിലും എനിക്ക് പിടിച്ച് നിൽക്കാം കേട്ടോ. ഉറങ്ങാതെ എനിക്ക് എത്ര വേണമെങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ എനിക്ക് ഭയങ്കര പണിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇക്കാൻ്റെ അടുത്ത് ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഡ്രൈവ് ചെയ്യാനുള്ളതുകൊണ്ട് ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മോള് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് കാറിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിൽ എത്തിയപ്പോഴേക്കും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. ഒന്ന് ഉറങ്ങിയാൽ മതിയെന്നായിരുന്നു. അപ്പം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും മനസ്സിലേക്ക് ബ്രെഡും മുട്ടയൊക്കെയാണല്ലോ കയറി വരിക. അപ്പം ഇന്ന് ബ്രെഡ് ഓംലെറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഈ
ഈ ഒരു ബ്രെഡ് ഓംലെറ്റ് കേട്ടോ ഞാൻ കുക്ക് ചെയ്തതിൽ ഞാൻ ഫസ്റ്റ് പഠിച്ച ഒരു ഡിഷ് എന്ന് വേണമെങ്കിൽ ഈ ഒരു ബ്രെഡ് ഓംലെറ്റ് പറയാം. അത് ഒരുവിധം എല്ലാവരും കുക്കിംഗ് പഠിച്ചു തുടങ്ങുക ഓംലെറ്റിലായിരിക്കുമല്ലോ അല്ലേ. അപ്പം ഞാനും ഫസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ഞാനൊരു 6th ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയിരുന്ന ഒരു സാധനം കേട്ടോ ഈ ഒരു ബ്രെഡ് ഓംലെറ്റ്. ഭയങ്കര കോൺഫിഡൻസിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമായിരുന്നു. പിന്നെ എനിക്ക് പൊതുവേ ഇങ്ങനത്തെ സാൻഡ്വിച്ച് പോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ മുട്ട വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. നമ്മളെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമാണ്, പക്ഷേ കൂടുതൽ ഇങ്ങനത്തെയാണ് എനിക്ക് കൂടുതൽ കഴിക്കാൻ താല്പര്യം കേട്ടോ. എസ്പെഷ്യലി നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് പിന്നെ ഇങ്ങനത്തെ ഫുഡാണ് ഇഷ്ടം, കാരണം പെട്ടെന്ന് പണി കഴിയുമല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ബ്രെഡ് ഓംലെറ്റൊക്കെ ഉണ്ടാക്കി. പിന്നെ മോൾക്കുള്ള പഴവും മുട്ടയും കൂടി നമ്മളിങ്ങനെ ഒലത്തൂലേ, അതും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ബ്രെഡ് ഓംലെറ്റൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും അതൊന്ന് കൊടുത്ത് തീരണം എന്നുണ്ടെങ്കിൽ. അത്രയും ക്ഷമയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. വേഗം പെട്ടെന്ന് എന്തെങ്കിലും കൊടുത്തിട്ട് എനിക്കൊന്ന് ഉറങ്ങിയാൽ മതിയെന്നായിരുന്നു കേട്ടോ. ഇങ്ങനെ ഫുഡെല്ലാം റെഡിയാക്കി അത് കഴിച്ച് നേരെ പോയിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ. കിടന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ മാതിരിയാണ്. നമ്മൾ പിന്നെ എണീക്കുന്നത് ഈവനിങ് ആയപ്പോഴാണ് കേട്ടോ. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് രാത്രി ആവുമല്ലോ, അപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല ടയേർഡായി ഉറങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ ലഞ്ച് കഴിക്കാനൊന്നും നിന്നില്ല, അതൊക്കെ സ്കിപ്പായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും നമുക്ക് ഈവനിങ് ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു, കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടുത്തെ 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോപ്പിംഗ് എല്ലാം ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും പുറത്തിറങ്ങുമല്ലോ, അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതങ്ങനെ വിട്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഏസിലേക്കാണ് പോയത്. അപ്പോൾ അവിടുന്ന് ഒരു സാധനം നോക്കിയെടുക്കാനുണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോൾ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല ക്രിസ്മസ് ഡെക്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മോളുടെ 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമുക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ സാധനം നോക്കാൻ വേണ്ടി പോയ സമയത്ത് ഏസിൽ വന്നാൽ പിന്നെ ഞാനൊന്ന് കയറി നോക്കുന്ന സെക്ഷനാണ് ഈ ചെടികളുടെ സെക്ഷൻ കേട്ടോ. അപ്പം ചുമ്മാ നോക്കാനാണ്, വാങ്ങിക്കുകയൊന്നുമില്ല. കാരണം എന്തായാലും 2 ഡേയ്സ് കഴിഞ്ഞാൽ നാട്ടിൽ പോവുകയാണ്, പിന്നെ ഞാൻ വാങ്ങിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ എന്തായാലും ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കുറച്ച് ചെടി എന്തായാലും ഞാൻ കൊണ്ടുവരും. അപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി എന്തൊക്കെ ചെടികളുള്ളതെന്നൊക്കെ നോക്കി, ചെടിക്കൊക്കെ വല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി. കാരണം അവിടെ ഒരു സെയിൽ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ചെടിക്കൊന്നും ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇൻഷാ അല്ലാ പോയി വന്നിട്ട് കുറച്ച് ചെടികളൊക്കെ നോക്കാനുണ്ട്. കാരണം എൻ്റെ 1-2 ചെടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് പകരം 1-2 ചെടികളൊക്കെ നോക്കണം. അപ്പോൾ അത് മീനയിൽ പോയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നതിലേറെ നമുക്ക് മീനയിൽ പോയിട്ട് വാങ്ങിക്കുന്നതാണ് നല്ലത്. നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാമല്ലോ. പിന്നെ ഏസിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അത് ആർക്കൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ റെഡ് ഹോട്ട് സെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് സാധനങ്ങൾ കുറച്ചുകൂടി റേറ്റ് കുറവിൽ നമുക്ക് കിട്ടും കേട്ടോ. അതായത് അത്യാവശ്യം നല്ല റേറ്റിന് തന്നെ നമുക്ക് കുറച്ച്, അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, കുറച്ച് സാധനങ്ങൾ എനിക്ക് തോന്നുന്നു അവർ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം ആ സെക്ഷനിൽ നമുക്ക് കുറച്ചുകൂടി റേറ്റ് കുറവിലൊക്കെ നമുക്ക് സാധനങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ നോക്കിയിട്ടില്ലാത്തവരൊന്ന് നോക്കി നോക്കുക, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഞാൻ അവിടെ നിന്ന് ഒരു ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ പിന്നെ ഇക്കാക്കൊരു ഷൂ നോക്കാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ഷവർമ വാങ്ങിച്ച് പിന്നെ അങ്ങനെ കാറിൽ നിന്ന് തന്നെ നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ച്. ഇങ്ങനെ ചുമ്മാ ഡ്രൈവ് ചെയ്ത് പോയിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊന്നും ഞാൻ റീസെൻ്റ്ലി എടുത്തിട്ടുള്ള വ്ളോഗ്സ് അല്ല കേട്ടോ. കാരണം ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വ്ളോഗ്സാണ്. അതാണ് വീഡിയോയിൽ ഇങ്ങനെ ആ ഒരു നാഷണൽ ഹോളിഡേൻ്റെ ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഞാൻ അന്ന് എടുത്ത് വെച്ചിട്ടുള്ളതാണ്, പിന്നെ എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു ലോങ് വീക്കെൻഡിലാണ് നമ്മൾ സൺറൈസ് കാണാൻ പോകുന്നതും. അപ്പോൾ ആ ഒരു വീക്കെൻഡിൽ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ നാട്ടിലേക്ക് വന്ന് ആ ഒരു തിരക്കും കാരണങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ല. അപ്പോൾ പെൻഡിങ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഇടുന്നത്. അതാണ് ഈ നാഷണൽ ഡേ വൈബ്സൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ അന്ന് ഞാനൊരു ഷോപ്പിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു മോൾക്ക് നാഷണൽ ഡേൻ്റെ അന്ന് ഇടാൻ പറ്റിയ വല്ല ഡ്രസ്സും ഉണ്ടോ എന്നുള്ളത്. നല്ല രസമല്ലേ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ട് ഇതാക്കാൻ. ഇവിടെ പിന്നെ അങ്ങനെ നാഷണൽ ഫ്ലാഗിൻ്റെ കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ, അത് ഇഷ്ടമാണല്ലോ. അപ്പം ഞാനങ്ങനെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ഡ്രസ്സൊന്നും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ജസ്റ്റ് തോളിൽ കൂടെ ഇടുന്ന ആ ഒരു സാധനം മാത്രം അവിടുന്ന് വാങ്ങിച്ചിട്ട് പിന്നെ അങ്ങനെ പോരുകയാണ് ചെയ്തത്. അവിടെയുള്ള ഡ്രസ്സുകളൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഹെവി ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അതൊന്നും പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് പോന്ന്. പിന്നെ ഡേ ടു ഡേയിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു പാർക്ക് ഉണ്ടല്ലോ. പിന്നെ മോൾക്ക് അത് കണ്ടപ്പോൾ പിന്നെ അവിടെ കുറച്ച് നേരം കളിക്കണം, ഊഞ്ഞാലൊക്കെ ആടണം എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.